ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഇന്ന് പോകുന്നത് അച്ചൻകോവിൽ വഴി തിരുമലക്കോവിൽ പോവാണ് കേട്ടോ. അപ്പോൾ അച്ചൻകോവിൽ റൂട്ടാണിത്. രണ്ട് സൈഡിലും നല്ല പോണക്ക് കാടുണ്ട്, ടീക്ക് ഫോറസ്റ്റ് ആണ്. അപ്പം ഈ സമയം എന്ന് വെച്ചാൽ നന്നായിട്ട് ഉണക്കായതുകൊണ്ട് ഈ രണ്ട് സൈഡിലും നമ്മൾ പോകുന്ന സമയത്ത് കാണാം നന്നായിട്ട് വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഞങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് ഈ കാട്ടുപന്നിയും കുഞ്ഞുങ്ങളും കൂട്ടമായിട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം അതായത് അച്ചൻകോവിൽ വനമാണിത് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇപ്പം കയറുന്ന സമയത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, സൂക്ഷിക്കണം, ആന ഇറങ്ങുന്ന സ്ഥലമാണിതൊക്കെ. അതുകൊണ്ട് നമ്മൾ ഉച്ച സമയമൊക്കെ ആയപ്പോഴാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അച്ചൻകോവിൽ വനം കഴിഞ്ഞതിന് ശേഷം തിരുമലക്കോവിൽ എത്തുന്നത്, അതായത് തമിഴ്നാട് ആര്യങ്കാവ്, ആര്യങ്കാവൊക്കെ വേറെ റൂട്ടാണ്. അപ്പം നമ്മുടെ ഈ അച്ചൻകോവിൽ വനം കഴിഞ്ഞിട്ട് നേരെ ഇത് തമിഴ്നാടാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ രണ്ട് സൈഡിലേക്കും പാടങ്ങളെന്ന് വെച്ചാൽ നെൽകൃഷിയൊക്കെ ഉണ്ട്. പക്ഷേ നെൽകൃഷി സ്ഥലങ്ങളിപ്പം ഏകദേശം എല്ലാം നെല്ലിൻ്റെയൊക്കെ സമയം കഴിഞ്ഞു. ഇവിടെ ഇപ്പം ഫുള്ളും മാവും അതുപോലെ തന്നെ തെങ്ങുമാണ് കൂടുതലും ഇവിടെ കൃഷി. അപ്പം നെൽകൃഷിയൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ ആര്യങ്കാവ് വഴി, തെന്മല വഴി, അതുവഴിയൊക്കെ പോകുന്ന സ്ഥലത്താണ് കൂടുതലും പാടങ്ങളുള്ളത്. ഇവിടെയൊക്കെ കുറവാണ്. ഇവിടെ മാങ്ങ ശരിക്കും ഉണ്ട്. വഴി സൈഡിലൊക്കെ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ തിരുമലക്കോവിൽ വെച്ച് പിടിച്ചു. നല്ല റോഡാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെയെന്ന് വെച്ചാൽ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ചൂടുണ്ട്. നേരത്തെയൊക്കെ ചൂടുണ്ടായാലും നല്ല കണക്ക് കാറ്റ് വീശുമായിരുന്നു. ഇപ്രാവശ്യം ഒട്ടും കാറ്റില്ല. അങ്ങ് ടോപ്പിൽ, അതായത് തിരുമലക്കോവിൽ ക്ഷേത്രത്തിൻ്റെ ടോപ്പിലെത്തുമ്പോൾ നല്ല കാറ്റാണ്. നല്ല രസമാണ് അവിടെ കാണാൻ. നല്ല കാറ്റുമാണ്, നല്ല തണുപ്പുണ്ട്. കാരണം മരത്തിൻ്റെയൊക്കെ ചുവട്ടിലിരുന്നാൽ നല്ല തണുപ്പുണ്ട്.